അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ മാറിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ലിസാനുൽ ഖുർആനിലെ 1ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ആദ്യം പാഠത്തിൻ്റെ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കാം. അന ദാരിസുൻ. അന ദാരിസുൻ. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ദാരിസുൻ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവനാണ്. അന ദാരിസുൻ എന്നാൽ ഞാൻ പഠിക്കുന്നവനാണ്. അതാണ് ഹെഡിങ്ങിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി നമുക്ക് 1ാമത്തെ ഭാഗം നോക്കാം. അന ദാരിസുൻ. അവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ നൽകിയിട്ടുണ്ട്. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഫോട്ടോ ആണ്. അപ്പം അനദാരിസുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പഠിക്കുന്നവനാണ് എന്നുള്ളതാണ്. ഇനി 2ാമത്തെ അവിടെ ഒരു മുയലിന്റെ ഫോട്ടോ ആണ് തന്നത്. അന അർണബുൻ. അന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഞാൻ എന്നാണ് അർത്ഥം. അന അർണബുൻ, ഞാനൊരു മുയലാണ്. അപ്പം മുയലിന് പറയുന്ന പേരാണ് അർണബ്. അർണബ് എന്ന് പറഞ്ഞാൽ മുയൽ. അന അർണബുൻ, ഞാനൊരു മുയലാണ്. ഇനി 3ാമത്തത് അന അനാനാസുൻ. അന എന്ന് പറഞ്ഞാൽ ഞാൻ. അനാനാസുൻ. അനാനാസുൻ എന്നുള്ളതിന്റെ അർത്ഥം കൈതച്ചക്ക എന്നാണ്. അന അനാനാസുൻ, ഞാനൊരു കൈതച്ചക്കയാണ്. ഇനി 4ാമത്തത് അന മൗസുൻ. ഞാനൊരു വാഴപ്പഴമാണ്. അന എന്നുള്ളത് ഞാൻ എന്നാണ് അർത്ഥം. മൗസുൻ എന്ന് പറഞ്ഞാൽ വാഴപ്പഴം. അന മൗസുൻ, ഞാനൊരു വാഴപ്പഴമാണ്. ഇനി അടുത്തത് അന ഉസ്താദുൻ. ഞാൻ ഉസ്താദാണ്. ഉസ്താദിന്റെ അർത്ഥം എന്താണ്? അധ്യാപകൻ. അന ഉസ്താദുൻ, ഞാൻ അധ്യാപകനാണ്. ഇനി അടുത്തത് അന ദാരിസത്തുൻ. അപ്പൊ ഇതുവരെ നമ്മൾ പുല്ലിംഗമായിരുന്നു പറഞ്ഞത്. ഇനി നമ്മൾ സ്ത്രീലിംഗത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ മേലെ പറഞ്ഞത് നമ്മളൊരു വിദ്യാർത്ഥിയെ കുറിച്ച് പറഞ്ഞു, അഥവാ പഠിക്കുന്നവനെ കുറിച്ച് പറഞ്ഞു. ഇനി പഠിക്കുന്നവളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അന ദാരിസത്തുൻ, ഞാൻ പഠിക്കുന്നവളാണ്. അപ്പൊ ദാരിസുൻ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ എന്നാണ് അർത്ഥം. ദാരിസത്തുൻ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൾ എന്നാണ് അർത്ഥം. അവസാനം ആ താ ശ്രദ്ധിച്ചാൽ മതി. അപ്പോ അന ദാരിസത്തുൻ, ഞാൻ പഠിക്കുന്നവളാണ്. ഇനി അടുത്തത് അന സഹ്റത്തുൻ. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളതാണ് അർത്ഥം. സഹ്റത്തുൻ. സഹ്റത്തുൻ എന്ന് പറഞ്ഞാൽ പൂവാണ്. അന സഹ്റത്തുൻ, ഞാൻ പൂവാണ്. ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ അവിടെ ഒരു അണ്ണാനിന്റെ ഫോട്ടോ ആണ് നൽകിയത്. അണ്ണാന് പറയുന്ന പേര് സിഞ്ചാബുൻ എന്നാണ്. അന സിഞ്ചാബുൻ, ഞാനൊരു അണ്ണാനാണ്. ഇനി അടുത്ത ഭാഗം നോക്കാം. ഹയ്യ നഖറഉ. ഹയ്യ നഖറഉ, അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് വായിക്കാൻ തയ്യാറാവാം. അപ്പം താഴെ 4ഓളം വാക്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും അർത്ഥവും താഴെ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായി വായിക്കാം. 1ാമത്തത് അന ബാസിമുൻ. ഞാൻ ബാസിമാണ്. അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എവിടെ അന എന്ന് കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകണം, അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരണം. അന ഞാൻ. അന ഞാൻ. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും പേര് ഓരോരുത്തരായിട്ട് പറഞ്ഞു നോക്കിയാൽ മതി. ഇനി അടുത്തത് അന ലുബ്നത്തുൻ. ഞാൻ ലുബ്നയാണ്. അന ലുബ്നത്തുൻ, ഞാൻ ലുബ്നയാണ്. അടുത്തത് അന ദാരിസുൻ. ഞാൻ പഠിക്കുന്നവനാണ്. അപ്പൊ എല്ലാ പഠിക്കുന്ന ആൺകുട്ടികളും പറയുന്നതാണ് എന്ത്? അന ദാരിസുൻ. പക്ഷെ അന ദാരിസുൻ എന്ന് പെൺകുട്ടികൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല, അല്ലെ? അപ്പം അന ദാരിസുൻ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നവനാണ്. ഇനി പെൺകുട്ടികൾ ഞാൻ പഠിക്കുന്നവളാണ് എന്നെങ്ങനെയാണ് പറയുക? അവിടെ അന ദാരിസുൻ എന്ന് പറയില്ല, മറിച്ച് അന ദാരിസത്തുൻ, ഞാൻ പഠിക്കുന്നവളാണ്. അപ്പൊ പഠിക്കുന്നവൾക്ക് ദാരിസത്തുൻ എന്നാണ് പറയുക, പഠിക്കുന്നവന് ദാരിസുൻ എന്നാണ് പറയുക. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഭാഗം നക്തുബു എന്നുള്ളതാണ്. അപ്പൊ അവിടെ അന 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 എന്ന് മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ആ ഓരോ ഫോട്ടോ നൽകിയിട്ടുണ്ട്. അതിന്റെ
പേരുകൾ നമ്മൾ താഴെ എഴുതണം. അപ്പം അവിടെ ആദ്യം നൽകിയത് ഒരു മുയലിന്റെ ഫോട്ടോ ആണ് അല്ലെ. അപ്പൊ അവിടെ അന, ഞാൻ, അർണബുൻ. അപ്പൊ അവിടെ നമ്മൾ എഴുതി ചേർക്കാനുള്ളത് മുയലിന്റെ അറബി എന്താണ്? അർണബുൻ എന്നാണ്. അപ്പം അന അർണബുൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുയലാണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ അറബി മാത്രമേ നൽകിയിട്ടുള്ളൂ, അർത്ഥം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ അർത്ഥം ഒന്ന് പറഞ്ഞുകൂടെ നോക്കണം. അന അർണബുൻ, ഞാൻ മുയലാണ്. ഇനി അടുത്തത് അന സിഞ്ചാബുൻ. സിഞ്ചാബ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? അതെ, എന്താണ്? അണ്ണാൻ അല്ലെ. അന സിഞ്ചാബുൻ, ഞാൻ അണ്ണാനാണ് എന്നാണ് അവിടെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് അന എന്നുള്ളതാണ്. സിഞ്ചാബുൻ എന്നവിടെ ഉണ്ട്, നമ്മൾ എഴുതി കൊടുക്കാനുള്ളത് അന, ഞാൻ എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കാം, അന മൗസുൻ. അന മൗസുൻ. മൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴപ്പഴം അല്ലെ. അന എന്ന് പറഞ്ഞാൽ ഞാൻ, ഞാൻ വാഴപ്പഴമാണ്, ഞാൻ വാഴപ്പഴമാണ്. ഇനി അവസാനത്തത് അന അനാനാസുൻ. അന ഞാൻ, അനാനാസുൻ. അനാനാസുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൈതച്ചക്ക അല്ലെ. ആരും മറന്നു പോകരുത്, അനാനാസുൻ എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക എന്നതാണ് അർത്ഥം. അപ്പം ഒന്നാമത്തത് അന അർണബുൻ, ഞാൻ മുയലാണ്. രണ്ടാമത്തത് അന സിഞ്ചാബുൻ, ഞാൻ അണ്ണാനാണ്. മൂന്നാമത്തത് അന മൗസുൻ, ഞാൻ വാഴപ്പഴമാണ്. അന അനാനാസുൻ, ഞാൻ കൈതച്ചക്കയാണ് അല്ലെ. ഇനി അവസാനത്തെ ഒരു ഭാഗം നഖറഉ മിനൽ ഖുർആനി. ഖുർആനിൽ നിന്നും നമുക്ക് ഓതാം. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് അന എന്നുള്ളൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഖുർആനിൽ എങ്ങനെയാണ് പ്രയോഗിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് അന എന്നുള്ള വാക്ക് ഖുർആനിൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഖുർആനിൽ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അപ്പം അതാണ് ഇവിടെ അർത്ഥസഹിതം നമുക്ക് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് അത് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ അന മിനൽ മുസ്ലിമീൻ. എന്താണ്? ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. വ അന മിനൽ മുസ്ലിമീൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. രണ്ടാമത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ അന ആബിദും മാ അബദ്തും. എന്താണ് അർത്ഥം? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. അതാണ് എന്തിന്റെ അർത്ഥം? ഈ ഒരു ഖുർആൻ ആയത്തിന്റെ അർത്ഥം കണ്ടല്ലോ. ഒന്നാമത്തതിൽ ഫസ്റ്റ് തന്നെ വ അന എന്ന് വന്നിട്ടുണ്ട് അല്ലെ, ഞാൻ എന്നുള്ള അർത്ഥം വരുന്ന. രണ്ടാമത്തതിലോ വല അന, അവിടെയും അന വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.